ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം നൽകിയിരിക്കുകയാണ്. ഇതിൽ ഇപ്പോഴിതാ വരുന്ന വിവരങ്ങൾ യൂത്ത് ലീഗിനും MSFനും ഒക്കെ കടുത്ത അമർഷമുണ്ട് എന്നതാണ്. പോഷക സംഘടനകളെ അവഗണിച്ചു എന്നാണ് ആക്ഷേപം. SIU മുൻ ജില്ലാ പ്രസിഡന്റ് KK അഷ്റഫിനെ മന്ത്രി N ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ നിയമിച്ചത് പുനഃപരിശോധിക്കണമെന്ന ലീഗിൽ തന്നെ ആവശ്യം വരികയാണ്. ലീഗ് കൊണ്ടോട്ടി മണ്ഡലം നേതൃത്വം PMA സലാമിനെ നേരിൽ കണ്ട ആവശ്യം ഉന്നയിച്ചു. കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി നൽകിയ സ്റ്റാഫ് പട്ടികയിൽ നിന്ന് ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. അപ്പോഴാണ് മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് നിയമനം നൽകിയിരിക്കുന്നത്. 18 പേരുടെ ലിസ്റ്റാണ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയത്. പട്ടികയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുള്ള ബാബു, മണ്ഡലം സെക്രട്ടറി TP അഷ്റഫ്. ഇവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന് നിയമനം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചതിനുള്ള പ്രത്യുപകാരമാണോ ഈ നിയമനം? വെൽഫെയർ പാർട്ടിക്ക് അധികാര പ്രാതിനിധ്യം നൽകാനാണോ എന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നത്. AK അഭിലാഷാണ് ചെയ്തത്. അഭിലാഷ്, ആ ചോദ്യങ്ങൾ അവിടെ തന്നെയുണ്ട്. നമുക്കറിയാം MSFലും യൂത്ത് ലീഗിലുമൊക്കെ ഈ മന്ത്രിമാരുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്താത്തത് വലിയ അമർഷമുണ്ട്. ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്നു എന്ന രീതിയിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മളും കേട്ടതാണ്. ഇപ്പോഴിതാ ഏതെങ്കിലും ഒരാളെ എന്ന നിലയ്ക്കല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയെ തന്നെ മന്ത്രിയുടെ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ലീഗിൽ തന്നെ ആവശ്യം വരുന്നു, നമ്മൾ പറയുന്നതല്ല, ലീഗിൽ തന്നെ ഉയരുന്ന ആവശ്യമാണ് ഇയാളെ മാറ്റണമെന്നത്. വിനീത, തീർച്ചയായും ലീഗിൽ മാത്രമല്ല അവരുടെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. കഴിഞ്ഞ 1-2 മാസമായി ഇതേ ആവശ്യം ഉന്നയിച്ച് മന്ത്രിമാരെയും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വത്തെയൊക്കെ അവർ കാണുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ 10 വർഷക്കാലം രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങളെയൊക്കെ അതിജീവിക്കുകയും ചെയ്ത ലീഗ് നേതാക്കളും അതോടൊപ്പം തന്നെ അണികളുമൊക്കെയാണ് ഇപ്പോൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അതിൽ തികഞ്ഞ അമർഷം പാർട്ടി നേതാക്കൾക്കും പാർട്ടി അണികൾക്കുമൊക്കെ ഉണ്ട്. അത് പരസ്യമായി തന്നെ അവർ പ്രകടിപ്പിച്ച് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം പരസ്യമായി ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അണികളുടെ ഭാഗത്ത് വരികയും നേതാക്കളോട് ഇത്തരത്തിൽ പരാതി ഉന്നയിക്കുകയും നേതൃത്വത്തോട് അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി നേരിട്ട് തന്നെ ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയെ നേരിട്ട് കണ്ട് ഇത്തരത്തിലുള്ള അതൃപ്തി അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള ഒരാളെ KK അഷ്റഫ് എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും അതോടൊപ്പം തന്നെ SIOയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്ന ആളെ തന്നെ ഇത്തരത്തിൽ നിയമിച്ചതിൽ വലിയ തരത്തിൽ അപാകതയുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമന കാര്യത്തിൽ പുനഃപരിശോധന നടത്തണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ ഒരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. 18 അംഗങ്ങളെയാണ് 18 പേരുടെ ലിസ്റ്റാണ് നേരത്തെ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വെച്ചത്, അതായത് സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഒരാളെ പോലും പരിഗണിച്ചില്ല എന്നുള്ള കാര്യം അവർ ആവർത്തിച്ചു പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ അവരുടെ നിലപാട് ശക്തമായി ഉന്നയിക്കുകയും തങ്ങൾക്ക് പ്രാതിനിധ്യം വേണം, അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളെ അല്ല പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തത്. വിനീത, ശരി, രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിച്ചല്ല, യോഗ്യത പരിശോധിച്ചതാണ് നിയമിച്ചത് എന്നതാണ് N ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ അനൌദ്യോഗികമായി വിശദീകരിച്ചത്. പക്ഷേ ലീഗിനുള്ളിൽ തന്നെ കടുത്ത അമർഷം പുകയുന്ന സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നേതാവിനെ, വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ സ്റ്റാഫിൽ നിന്ന് മാറ്റുമോ എന്നതാണ് ലീഗ് നേതൃത്വത്തിന്റെ ഉൾപ്പെടെ നിലപാട് എന്ത് എന്നതുകൂടി നമുക്ക് അറിയണം.